അഡ്വക്കേറ്റ് വസന്ത്, വെറുതെ പ്രതിപക്ഷ നേതാവ് രാഹുൽ പറഞ്ഞ് മോദിയെ കൊണ്ട് പറയിപ്പിച്ചതല്ലേ? മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് ഇതെല്ലാം പിള്ളബുദ്ധിയിൽ നിന്ന് ഉടലെടുത്തതാണെന്നാണ്, എല്ലാം ഒരു കുട്ടിക്കളിയാണ്. ആ ലാഘവത്തോടെ മാത്രമേ രാഹുലിൻ്റെ പരാമർശങ്ങളെ അദ്ദേഹം സമീപിച്ചിട്ടുള്ളൂ, കോൺഗ്രസിൻ്റെ നിലപാടിനെ അദ്ദേഹം കണ്ടിട്ടുള്ളൂ. അല്ല, അത് വളരെ അപക്വമായ ഒരു രാഷ്ട്രീയ പ്രസംഗമാണ് ഇന്ന് പ്രധാനമന്ത്രി പാർലമെന്റിനുള്ളിൽ നടത്തിയത് എന്നാണ് ഞങ്ങൾ വിവക്ഷിക്കുന്നത്. നോക്കൂ, ഇന്നലെ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ഒരു ചോദ്യത്തിനും ഒരു വിഷയത്തിനും ടച്ച് ചെയ്യാതെ വ്യക്തിപരമായ ആക്ഷേപങ്ങളിലൂടെ പ്രതിപക്ഷ നേതാവിനെ, പ്രതിപക്ഷത്തെ അടിച്ചമർത്താം, അല്ലെങ്കിൽ ശബ്ദരഹിതമാക്കി കളഞ്ഞേക്കാം, നിശബ്ദമാക്കി കളഞ്ഞേക്കാം എന്നുള്ളൊരു പ്ലാനാണ്, എന്നുള്ളൊരു പ്രൊപ്പഗണ്ടയാണ് ഇന്ന് മോദി സ്വീകരിച്ചത്. ഇപ്പോ ബാലിശമായ അല്ലെങ്കിൽ ബാലസഹജമായ ആരോപണങ്ങളാണ് ഇന്നലെ ഉന്നയിക്കപ്പെട്ടതെങ്കിൽ അതിൽ ഒന്നാമത്തെ ആരോപണം മണിപ്പൂരുമായി ബന്ധപ്പെട്ടാണ്. ഇന്ന് ഔട്ടർ മണിപ്പൂരിലെ MP ശ്രീ ആൽഫ്രഡിന് 1 മിനിറ്റെങ്കിലും സംസാരിക്കാൻ അവസരം നൽകണമെന്നാണ് സ്പീക്കറിനോട് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. അത് ഡിനേ ചെയ്യപ്പെടുന്നു. രണ്ടാമത് അദ്ദേഹം പ്രതിപക്ഷത്തിന്റെ സഭയുടെ നടുത്തളത്തിലേക്ക് എത്തുന്നു. ഇന്നർ മണിപ്പൂർ MP കൂടെ അതിന്റെ കൂടെ ചേരുന്നു. മറ്റു പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിലേക്ക് എത്തുന്നു. എന്തുകൊണ്ടാ? മണിപ്പൂർ കത്തിയെരിയുന്ന വിഷയം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞത് കോൺഗ്രസ് മാത്രമല്ലല്ലോ, RSS ചീഫ് പറഞ്ഞില്ലേ? RSS പറഞ്ഞില്ലേ മണിപ്പൂരിൽ സമാധാനം ഉണ്ടാക്കാൻ അധികം വൈകരുതെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഈ മണിപ്പൂരിൽ സമാധാനം ഉണ്ടാക്കണമെന്ന് പറയുന്നത്, മണിപ്പൂരിലെ പ്രശ്നങ്ങൾ സഭയിൽ ഉന്നയിക്കുന്നത് ബാലിശ്യമാണെങ്കിൽ, ബാലസഹിതമാണെങ്കിൽ RSS ചീഫ് പറഞ്ഞതും ബാലസഹിതമാണ്. നരേന്ദ്രമോദിയുടെ ഇന്നത്തെ വാക്കിനെ നമ്മൾ അതേപടി പകർത്തിയെടുത്താൽ, അതേപടി വിശ്വാസത്തിലെടുത്താൽ RSS ചീഫ് മോഹൻ ഭാഗവതും ബാലനാണ്, ബാലസഹജമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചു വിടുന്നത് എന്ന് പറയേണ്ടി വരില്ലേ? രണ്ട് നീറ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. നീറ്റുമായി ബന്ധപ്പെട്ട് നീറ്റ് പരീക്ഷയുടെ നടത്തിപ്പ് നടത്തുന്ന ഏജൻസി ഒരു ഗവൺമെന്റിന് കൺട്രോൾ ഇല്ലാത്ത ഏജൻസിയാണ് എന്ന് വെളിയിൽ വരുന്നു. മൂന്നാമതായി ആ വിഷയത്തിൽ ഗ്രേസ് മാർക്ക് കൊടുത്തത്, ചോദ്യപേപ്പർ ചോരുന്നത് പ്രധാനമന്ത്രി പല വഴികളിൽ ചോദ്യപേപ്പർ ചോരാം. പക്ഷെ ഗ്രേസ് മാർക്ക് നൽകുന്നത് ആരാണ്? ഗ്രേസ് മാർക്ക് നൽകുന്നത് ആ ഏജൻസി തന്നെയാണ്, NTA ആണ്. ആ NTA-യുടെ ചെയർമാന് അത് യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞ് കൈ കഴുകാൻ സർക്കാരിന് സാധിക്കുമോ? ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിക്ക് സാധിക്കുമോ? വിദ്യാഭ്യാസ വകുപ്പിന് സാധിക്കുമോ? അല്ലെങ്കിൽ പരീക്ഷ നടത്തേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുത്ത സർക്കാരിന് സാധിക്കുമോ? അപ്പോ ഇങ്ങനെ വിവിധങ്ങളായ രാജ്യത്തെ ബാധിക്കുന്ന, രാജ്യത്തിന്റെ പൊതുസമൂഹത്തെ ബാധിക്കുന്ന വിവിധങ്ങളായ വിഷയങ്ങൾ, കാശ്മീരം മുതൽ കന്യാകുമാരി വരെയുള്ള ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൃത്യമായി ഇന്നലെ പറഞ്ഞില്ലേ? അഗ്നിവീർ പദ്ധതി എന്താണ് ഞങ്ങളുടെ നിലപാട്? ഞങ്ങളുടെ നിലപാട്, നിങ്ങൾ സൈന്യത്തെ, അതായത് BJP കേന്ദ്ര സർക്കാർ സൈന്യത്തെ രണ്ടാക്കുന്നത്, അതിന് ഉത്തരവുണ്ടോ? ഞങ്ങൾ, അതായത് കോൺഗ്രസ്, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടിയുടെ ലീഡർ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ്, ഇന്നലെ അക്കമിട്ട് ചോദിച്ച ഒരു ചോദ്യത്തിനെങ്കിലും നരേന്ദ്രമോദി ഇന്ന് മറുപടി പറഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് കൈയടിക്കാമായിരുന്നു. പക്ഷെ ഇന്ന് അദ്ദേഹം വളരെ വ്യക്തിപരമായി അറ്റാക്ക് ചെയ്യുകയും, കോൺഗ്രസ് ഇതാ നോക്കും, നിങ്ങൾ 543-ൽ 99 അല്ലേ നിങ്ങൾക്ക് കിട്ടിയത്, ശരിയല്ലേ? സ്വതന്ത്ര MP-മാർ വരുമ്പോൾ 101 ഉണ്ട്. പോട്ടെ, പക്ഷേ 543-ൽ 99, 100-ൽ 99 കിട്ടിയതുപോലെയായിരുന്നു രാഹുലിന്റെയും ടീം രാഹുലിന്റെയും പെരുമാറ്റം ലോക്സഭയിൽ. അല്ല, 99 ആണെങ്കിലും ശ്രീ അനിൽ നമ്പ്യാർ പ്രതിപക്ഷ നേതാവിന്റെ പണി ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഇന്ത്യയുടെ പ്രശ്നങ്ങൾ വസന്ത പ്രതിപക്ഷ പ്രതിഷേധമാകാം, പക്ഷേ ഈ നരേന്ദ്രമോദി സംസാരിക്കുന്ന സമയത്തൊക്കെ ഈ കുറുക്കന്മാരെ പോലെ ഓലിയിടുന്നത് ശരിയാണോ? അതാണോ പ്രതിപക്ഷത്തിന്റെ സംസ്കാരം? അല്ല, രാഹുൽ ഗാന്ധി ഇന്നലെ സംസാരിച്ചപ്പോൾ എന്താണ് ഉണ്ടായത്? രാഹുൽ ഗാന്ധി ഇന്നലെ സംസാരിക്കുമ്പോൾ ഭരണപക്ഷത്ത് നിന്ന് ക്യാബിനറ്റ് മന്ത്രിമാർ ആദ്യം ഇറങ്ങുന്നു. രണ്ടാമത് മന്ത്രിസഭയിലെ രണ്ടാമൻ അമിത്ഷാ നേരിട്ട് അതെ ഇടപെട്ട് സംസാരിച്ചു. അല്ലാതെ ഇത്രയും ബഹളം ഉണ്ടായിരുന്നില്ലല്ലോ ഇന്നലെ, ഉണ്ടായിരുന്നോ? അല്ല, അതാ പ്രശ്നത്തെ തന്നെയാണ് ശ്രീ അനിൽ നമ്പ്യാർ ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞത്. ഇന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഔട്ടർ മണിപ്പൂരിലെ MP ശ്രീ ആൽഫ്രഡിന് 1 മിനിറ്റെങ്കിലും സംസാരിക്കാൻ അവസരം കൊടുക്കണമെന്നായിരുന്നു. സ്പീക്കർ അതിന് ഡിലേ ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞു പറ്റില്ല, നരേന്ദ്രമോദിയുടെ പ്രസംഗം അത് 2.25 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന പ്രസംഗമാണ്, ആ പ്രസംഗം മാത്രമേ ഇന്ന് സഭയിൽ ഉണ്ടാവൂ എന്ന് പറഞ്ഞ് അദ്ദേഹം സഭ പിരിയാൻ വേണ്ടി തിടുക്കപ്പെടുകയാണ്. അവിടെയാണ് കുറെ വിഷയങ്ങൾ പറയുന്നു, അതുകൊണ്ട് സമയം തരണം. തരാം. യെസ്.